ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുവരുന്ന ഒരു സംഭവമാണ് ബംഗ്ലാദേശികളായ 27 പേർ കേരള പോലീസിൻ്റെ പിടിയിലായി എന്ന് പറയുന്നത്. അതായത് പറവൂർ, നോർത്ത് പറവൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നത്. അവർ എങ്ങനെയാണ് ഈ കേരളത്തിൽ എത്തിയത് എന്നുള്ള സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. സോ കേരള പോലീസിന് അറിയാമെങ്കിലും അവർ ഇതുവരെ പുറത്ത് വിടാത്ത ചെറിയൊരു എക്സ്ക്ലൂസീവാണ്. വേറെ എന്താ ചെയ്യാന്നെങ്കിൽ, ഇപ്പം ബംഗ്ലാദേശ് അതിർത്തിയിൽ, അതായത് ബംഗ്ലാദേശിൽ ഇപ്പം അടുത്ത് കലാപം നടന്നു. നമുക്ക് ഹസീനയുടെ ഒരു കേസ് അറിയാം നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് നടക്കുന്ന സമയത്ത്, അവിടെ കലാപം നടക്കുന്ന സമയത്താണ് എന്താണ് മുഷീറാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ബോർഡർ ഉണ്ട്. ആ ഒരു ബോർഡറിൽ ഒരുപാട് ആളുകളൊന്നുമില്ല, ചെറിയ എന്താ പറയുക മിലിറ്ററി സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടിയാണ് ഇവർ എന്താ പറയുക ഈ ഒരു ഇന്ത്യ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നത് എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു അതിർത്തിയിൽ വലിയ രീതിയിൽ ചെക്കിങ് കാര്യങ്ങളോ ഇല്ലാത്തതിനാൽ കാരണമാണ് അവരിങ്ങോട്ട് ചാടിപ്പോരുന്നത്. പിന്നെ വേറെ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സംഭവം എന്താ പറയുക വളരെ വേറൊരു രീതിയിൽ തന്നെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റതിന് ശേഷം കുടിയേറ്റ നിയമം കൊണ്ടുവന്ന് പാസ്സാക്കി. അത് എന്താ പറയുക അങ്ങനെ പാസ്സാക്കിയതിൻ്റെ പുറമെ ഇന്ത്യയും അതുപോലെ തന്നെ ബാക്കി രാജ്യങ്ങളും എന്താ പറയുക അതാത് രാജ്യത്തുള്ള അനധികൃതമായി കുടിയേറിയ ആളുകളെ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു വാക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എന്താ പറയുക നിലവിൽ വന്നുകൊണ്ട്. സോ അതൊന്നല്ല ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടായി. ഇതിന് മുമ്പ് തന്നെ എന്താ പറയുക ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് എന്താ പറയുക ഈ ബംഗ്ല സംസാരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യയിൽ തന്നെ ബംഗാളിലെ ആളുകളും അതുപോലെ തന്നെ ബംഗ്ലാദേശികൾ സംസാരിക്കും. രണ്ട് ലാംഗ്വേജും ബംഗ്ല എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജാണ്. സോ പക്ഷേ ഈ ബംഗ്ല എന്നുള്ള ലാംഗ്വേജ് ആണെങ്കിൽ പോലും അവർ രണ്ട് ലാംഗ്വേജും വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള കൊൽക്കത്ത ആ ഭാഗത്തുള്ള ബംഗ്ലായും അതായത് ബംഗ്ലാദേശിലുള്ള ബംഗ്ലയും രണ്ടും ബംഗ്ലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ബംഗാൾ ആ ഭാഗത്തോട്ട് അവർ ജോലിക്കും കാര്യങ്ങളും പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ കേരളം പോലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചിട്ടാണ്, ഇതുപോലുള്ള ബോർഡറുകളൊക്കെ അവർ ക്രോസ് ചെയ്യുമ്പം അവരെ സഹായിക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇല്ലീഗലായിട്ട് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്തിട്ട്, അതായത് വേറൊരാൾ പേരിലുള്ള ആധാർ കാർഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കേരളത്തിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം വെച്ചിട്ടാണെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ മൊത്തം എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഈ കേരളത്തിലും അതല്ല ഇന്ത്യയിൽ മൊത്തം ബംഗ്ലാദേശികളെ തെരഞ്ഞ് നടക്കുകയാണ്. കാരണം അവരെ അനധികൃതമായിട്ട് കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്, അതായത് അവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഇപ്പം പറവൂർ എറണാകുളം റൂറൽ SP പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 54 പേരെ പിടിച്ചതിൽ 27 പേര് ബംഗ്ലാദേശി സ്വദേശികളാണ് എന്നാണ് പറഞ്ഞത്. കാരണം അവർ വ്യാജ ID കാർഡ് ഉപയോഗിച്ച് ഇതുവരെ ഇവിടേക്ക് വന്നാണെന്ന് പറയാം. പക്ഷേ ശരിക്കുള്ള കണക്ക് വെച്ചിട്ടാണ് 1000 മുതൽ 2000 വരെ ബംഗ്ലാദേശികളെ നമ്മളെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടാണെങ്കിൽ ഏകദേശം ആ ഒരു സമയങ്ങളിൽ, അതായത് ഈ എന്താ പറയുക ഇപ്പം അടുത്ത് നടന്ന കലാപത്തിൻ്റെ ഭാഗമായിട്ട് ഈ മുഷീറാബാദ് വഴി ഒരുപാട് ആളുകൾ ഈ ഇന്ത്യയിലേക്ക് വരികയും അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു ഭാഗത്തേക്ക് ഇന്ത്യ ബോർഡർ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് എത്തുന്ന ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് അങ്ങനത്തെ ഒരു സംഭവമാണ് കേരളത്തിലേക്ക് ഇവർ എത്തിപ്പെടാനുള്ള പ്രധാന കാരണം. പിന്നെ ഇവരെന്ന് വെച്ചിട്ടാണെങ്കിൽ സാധാ ബംഗാളികളെ കൂടുതൽ താമസിക്കത്തില്ല. കാരണം എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവർക്ക് വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളും ആരും അറിയരുത് എന്ന് വെച്ചിട്ടാണ് അവർ വേറൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, ഇതിന് ഏകദേശം അതായത് മുഷീറാബാദ് വഴി വരുന്ന ആളുകൾക്ക് എല്ലാ ഒത്താശയും ഈ ഒരു ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കാനായിട്ട് അതിനൊരു വേറെ ടീം 1000 അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് വരെ എന്താ പറയുക ഈ ഒരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾ വ്യാജ ID കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ പറയുക ഈ ആധാർ കാർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ശരിക്കും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. നമ്മളെ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ എന്താ പറയുക വാർഡ് അടിസ്ഥാനത്തിൽ
ഓരോ താലൂക്കും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ഏത് അടിസ്ഥാനത്തിൽ ഓരോ ബംഗ്ലാദേശികൾ വരികയാണെന്നുണ്ടെങ്കിലും അവരെ എന്താ പറയുക ID കാർഡ് തിരിച്ചറിയൽ കാർഡ് ശരിക്ക് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിഥി തൊഴിലാളികളായിട്ട് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അതിഥി തൊഴിലാളികൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു നാട്ടിൽ പോവാണ്, അപ്പോൾ നമ്മൾ അതിഥി തൊഴിലാളി, അതായത് ഒരു സർവീസ് ചെയ്തു കൊടുക്കുന്ന ആൾ, അങ്ങനെ ഉദ്ദേശിക്കാം നമുക്ക് അല്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് ഇപ്പോൾ ഏതായാലും പിടിക്കപ്പെട്ടിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ പിടിക്കുമെന്നാണ് റൂറൽ SP പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാകാൻ പറ്റിയത് ഏകദേശം കുറച്ച് ദിവസം മുന്നേ 7 പേര് ബംഗ്ലാദേശിനെതിരെ മുന്നേ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ അടുത്തുനിന്ന് കൂടുതലായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. വേറെ എന്തെങ്കിലും ഇല്ലീഗലായിട്ടോ ബിസിനസ്സോ വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യലിലാണ് ഇപ്പോൾ കേരള പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വ്യാജ ആധാർ കാർഡ് എങ്ങനെയാണ് ആരാണ് ഉണ്ടാക്കി കൊടുത്തത്, അതുപോലെ തന്നെ ഇവിടെ ആരൊക്കെ, അതായത് അവരുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധപ്പെട്ടതും ആരൊക്കെയാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം അവരെ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് നമ്മളെ റൂറൽ SP വാങ്ങിയിട്ടുണ്ട്. തുടർ ദിവസങ്ങളിൽ തന്നെ നല്ലൊരു റിസൾട്ട് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം.